ഇപ്പം ഹെഡ്ലൈറ്റിൻ്റെ റേഞ്ച് കിടക്കുന്ന കണ്ടോ, 0 കാണിക്കുന്നത്. ഏറ്റവും വലിയ പോയിൻ്റാണ് കേട്ടോ. നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കാണാൻ പറ്റും ഫ്രണ്ട്. ഇതിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ വരുന്നവർക്ക് സിംഗിൾ റോഡിൽ ബുദ്ധിമുട്ടായിരിക്കും. ഭയങ്കര വെട്ടമായിരിക്കും. നമസ്കാരമുണ്ട് കൂട്ടുകാരെ. ഇത് കണ്ടോ, ഇപ്പോഴത്തെ എല്ലാ വാഹനത്തിലും നമുക്ക് ബട്ടൺ വഴി വേണം ഇതിൻ്റെ റേഞ്ച് കൂട്ടാനും കുറയ്ക്കാനും. എന്നാൽ പഴയ വാഹനത്തിൽ നമുക്കറിയാം, ഹെഡ്ലൈറ്റ് ഇട്ടതിന് ശേഷം തന്നെ ഇതാണ് എൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ നോബ്. ഇട്ടതിന് ശേഷം മാനുവലായിട്ട് ഇതിന് തൊട്ട് താഴെ ആയിട്ടോ നമുക്ക് ഇതിൻ്റെ റേഞ്ച് പ്രകാശം കൂട്ടാനും കുറയ്ക്കാനും താഴെ മാനുവലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ പുതിയ വാഹനം MP4 ആണിത്. പുതിയ വാഹനത്തിലെല്ലാം നമുക്ക് ഈ ബട്ടൺ വഴി ചെയ്യണം. നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രകാശം കൂടുതൽ കിടക്കുകയാണ് ഇപ്പോൾ റേഞ്ച്. നമ്മൾ ഓക്കെ ആക്കി, ഏതിട്ടാലും നമ്മൾ ഓക്കെ ആക്കണം. ഓക്കെ ആക്കി ഇനിയിപ്പോൾ അതിൽ ഏറ്റവും വലിയ റേഞ്ചിലാണ് കിടക്കുന്നത്. എന്നാൽ നമുക്കിതൊന്ന് ശരിയാക്കാം. നമുക്കൊന്ന് ഇതിനെക്കുറിച്ചൊന്ന് പഠിച്ചാലോ, അറിയാത്തവർക്ക് വേണ്ടി. അപ്പം നമുക്ക് ബാക്ക് അടിച്ച് തിരിച്ചു പോവാം. ഓക്കെ, തിരിച്ചു പോയി. ഇതെങ്ങനെ ലൈറ്റിൻ്റെ നോക്കണമെന്ന് നോക്കിയാലോ, എവിടെ ഇതിൻ്റെ ഫങ്ഷനെന്ന് തേണ്ട കാണുന്നതാണ്ടോ നിങ്ങൾ. ലൈറ്റ് വന്നു. ലൈറ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ താഴോട്ടാക്കണം. ഇപ്പോൾ എന്തോ വരുന്നത്? ഇപ്പോൾ ലാംഗ്വേജ്. ഓക്കെ, ഇപ്പോൾ എന്തോ സർവീസ്, പ്രൊഡക്ട്സ്. ഇപ്പോൾ എന്തോ കാണിക്കുന്നത്? സിസ്റ്റം. അപ്പോൾ അതിലേക്ക് പോയിട്ട് നേരെ എന്ത് മേളിലേക്ക് അടിക്കണം. ഏറ്റവും മേൽഭാഗം അടിച്ച് എന്തോ കാണിക്കുന്നത്? ഏറ്റവും മേളിൽ വേണ്ട കാണുന്നതാണ്ട. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒന്ന് പ്രസ് ചെയ്യാം. ലൈറ്റ്സ് വന്നു. വേണ്ട, ലൈറ്റ്സ് വന്നു. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ സൈഡിലൂടെ നോക്കണം. ഈ സൈഡ് വേണ്ടേ. ഇപ്പോൾ സ്റ്റീരിങ്ങിൻ്റെ പടം കാണുന്നു. ഓരോന്നോരോന്ന് മാറ്റണം. എവിടെ ഇപ്പോൾ എന്തോ വന്ന്, അതിന് ശേഷം എന്തോ വന്ന് വേണ്ടേ, ഓരോന്നോരോന്ന് മാറ്റണം. ഓരോന്നിങ്ങനെ മാറ്റി. ഇപ്പോൾ ഇത് മാറ്റിയപ്പോൾ മെയിൻ്റനൻസ് കാണിക്കുന്നു. ഇത് മാറ്റിയപ്പോൾ ഇഞ്ചിൻ ഓയിലും കാര്യങ്ങളും കാണിക്കുന്നു. ഒന്നുകൂടെ ഞെക്കി ഇതേണ്ട ലൈറ്റ്സ്. ആ ലോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം. ലൈറ്റ്സിൻ്റെ ലോ കാണുമ്പോൾ ഈ സൈഡിൽ കൊണ്ടുവരണം. കണ്ട ആ പ്രകാശം കണ്ട ഇപ്പോൾ ഇവിടെ കിടക്കണം. ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് മാറ്റി ലൈറ്റ്സിൻ്റെ ഇത് കൊണ്ടുവന്നിട്ട് ഓക്കെ അടിക്കണം. ഓക്കെ അടിച്ചു. ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് മാറ്റാം റേഞ്ച്. ഇപ്പോൾ കിടക്കുന്നത് ഞാൻ പറഞ്ഞു വലിയ പോയിൻ്റാണ്. ഇപ്പോൾ ഈ പോയിൻ്റ് എങ്ങനെ മാറ്റാം? വേണ്ട, ഇങ്ങോട്ട് മാറ്റി ഒന്നായി. ഒന്നാമത്തെ പോയിൻ്റ് വന്നു, കാണുന്നുണ്ടല്ലോ. ഒന്നാമത്തെ പോയിൻ്റ്. ഇത് വലിയ പാടാണ് ഫ്രണ്ടിലുള്ളവർക്ക്. ഇത് കാണാൻ വലിയ പാടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനിയും ഇവനെ 2ലേക്ക് ആക്കുന്നു. താണ്ട് 1 ഇവിടെ പ്രസ് ചെയ്യും. 2 ആയി. 2 ഓക്കെയാണ്. 2 ഇട്ടാൽ നമ്മൾ ഓടിക്കേണ്ടത്. വലിയ ബുദ്ധിമുട്ടില്ല. ഓക്കെ ആക്കാം. ഓക്കെ ആക്കി. ഓക്കെ ആയാൽ പിന്നെ 2 കിടക്കും പ്രകാശം. പിന്നെ നമുക്കൊന്ന് 3 ആക്കാം. മാക്സിമം ഇതിൻ്റെ 3 ഏറ്റവും താഴെ പ്രകാശം കുറഞ്ഞു. 3 എന്ന് പറഞ്ഞാൽ പ്രകാശം ഏറ്റവും താഴേട്ടായി. നിങ്ങൾക്ക് ഇപ്പം എന്താണ്ട് കാണാൻ പറ്റും. കറക്റ്റായിട്ട് കാണാം. ഇപ്പം ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുമ്പം വെട്ടം കൂടുന്നതാണ്. 2ലേക്കാക്കി. 2ലേക്കാക്കി വെട്ടം കൂടി. ഫ്രണ്ട് നോക്കണം. ഞാൻ ഓരോന്ന് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഫ്രണ്ടിൽ കാണാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഞെക്കി 1ലേക്കാക്കി. പ്രകാശം ഫ്രണ്ടിലേക്ക് പോയി. പിന്നെ അത് ഏറ്റവും വലിയ പ്രകാശത്തിലേക്ക് 0ലേക്ക് കൊണ്ടുവന്നു. പ്രകാശം കൂടി. ഇനിയിപ്പം ഞാൻ മാറ്റുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 1 പ്രകാശം താഴുന്നുണ്ട്. 2 ആക്കി. ഒന്നുകൂടെ പ്രകാശം താഴുന്നു. വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഒന്നുകൂടെ ആക്കി. വീണ്ടും പ്രകാശം താണു. ഇപ്പോൾ 3ലിട്ട് നമുക്ക് ഓടിക്കാം. കുഴപ്പമില്ല. തീരെ പ്രകാശം കുറവായിരിക്കും. എന്നാൽ നമ്മൾ വല്ല മരുഭൂമിയോ സിംഗിൾ റോഡ് കാണാൻ വയ്യെങ്കിൽ നമ്മൾ 1ലിട്ടാൽ മതി. നല്ല ഉണക്ക് നമുക്ക് പ്രകാശം തരും. അപ്പോൾ അത് ക്ലിയർ ആക്കിയല്ലോ. അങ്ങോട്ട് നമ്മൾ ഓക്കെ അടിക്കണം. എപ്പോഴും ഇട്ട് ഓടിക്കുമ്പോൾ 2ലിട്ട് ഓടിക്കാം. ഞാനിപ്പോൾ 2 ആക്കി. 2ലിട്ട് ഓടിക്കാം. പിന്നെ ഓക്കെ ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ ആക്കി 2ലേക്ക് കിടക്കും. ഇനി അപ്പോൾ താഴെ കൊടുത്തേക്കേണ്ട എൻ്റെ ഇൻസ്ട്രുമെൻറ്റ് പാനൽ താഴെ എഴുതിക്കേണ്ട. അപ്പോൾ എന്ത് ചെയ്യാം? ഇവനെ നമുക്ക് താഴോട്ടൊന്നാക്കിയാലോ? താഴോട്ടാക്കി. ഇതെന്താണ് സംഭവം? ഇതിനെ പ്രകാശം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. ഇപ്പോൾ 100ലാണ് കിടക്കുന്നത്, മാക്സിമം ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 1ലോ 2ലോ 3ലോ ഇട്ട് ഈ ഇൻസ്റ്റൽ പാനലിലേക്ക് ഇവിടോട്ട് ഞെക്കണം. ഇൻസ്റ്റൽ പാനൽ മൈനസ് ആവും. കണ്ടോ, മൈനസായി വരുന്നുണ്ടോ? 50ലിട്ട് 50ലിടാം. അല്ല ഇച്ചിരിയുടെ മേളിൽ ഇടാം. 100ലിട്ട് ഓടിക്കരുത്, പ്രകാശം കൂടുതലായിരിക്കും ലൈറ്റിൻ്റെ. അപ്പോൾ ഇത് കണ്ട നമ്മളിപ്പോൾ 50ലാക്കി. ഇപ്പോൾ 50ലാണ് കിടക്കുന്നത്. ഇങ്ങനെ ഇട്ട് ഓടിക്കാം. ഇത്രയൊക്കെ ഇട്ട് ഓടിക്കാം.
ഒരു കുഴപ്പമില്ല. തീരെ വെട്ടമില്ല, പ്രശ്നമാണ്, റോഡൊന്നും കാണാൻ വയ്യെങ്കിൽ നമുക്കിത് കൂട്ടി വെക്കുകയും ചെയ്യും. കൂട്ടി വെക്കുകയും ചെയ്യും. ഇപ്പോൾ ലൈറ്റിൻ്റെ വെട്ടം കൂടി, ഫ്രണ്ടിലും കൂടി. ഓക്കെ, സ്ട്രെയിറ്റ് ആക്കണമെങ്കിൽ 1 ഇടുക. ഏറ്റവും കൂടുതൽ സ്ട്രെയിറ്റ് കാണണമെങ്കിൽ അത് 0 ആക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ്. ഇനി നമുക്ക് മേപ്പോട്ടാക്കാം. വേണ്ട, മേപ്പോട്ട് ഇപ്പോൾ 2 ലോക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് പരിപാടി. എപ്പോഴും ഹെഡ്ലൈറ്റ് ഇടുമ്പോൾ നമ്മൾ റേസ് ഐഡൽ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സ്പീഡിൽ RPM നല്ല സ്പീഡിൽ വണ്ടി 90-ലും 100-ലും 80-ലൊക്കെ ഓടുമ്പോൾ ഹെഡ്ലൈറ്റ് പിടിച്ചിടരുത്. ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് കേടായിപ്പോകും. എപ്പോഴും ഹെഡ്ലൈറ്റ് ഓണാക്കുമ്പോൾ നോർമൽ സ്പീഡായിരിക്കണം വണ്ടിക്ക്. എങ്ങനെയുണ്ട് കൂട്ടുകാരെ? പുതിയൊരു അറിവാണോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരുന്നേ കമൻ്റ് ഇടണം. അറിയാത്തൊരു നിങ്ങളും കമൻ്റ് ഇടണം. അപ്പോൾ ആയിക്കോട്ടെ. നന്ദി, നമസ്കാരം.